നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായി രാഹുൽ, രണ്ടും തീർന്നോ? രണ്ടിനെ ഒരേ സമയം ഇല്ലാതാക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ രക്ഷപ്പെട്ടോ? എന്താ സംഭവിച്ചെന്ന് വ്യക്തമായിട്ടൊന്ന് പറയൂ രാഹുൽ. ഗംഗയെ രാജിയും ഒരേ സമയം ഇല്ലാതാക്കാനാ ഞാൻ അവരോട് പറഞ്ഞത്. രാജി രക്ഷപ്പെട്ടു, പക്ഷെ ഗംഗ ബാക്കി പറ. ആ ഗംഗയുടെ ശല്യം ഇനി നമുക്കുണ്ടാവില്ല. അവള് ഈ ഭൂമിയിൽ നിന്ന് എന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. സത്യമാണ് രാഹുൽ നീ പറയുന്നത്? അവള് ചത്തോ? അതെ അമ്മേ, ഗംഗയെ ഇടിച്ച് തെറിപ്പിച്ച ശേഷമാണ് അവരെന്നെ വിളിച്ചത്. ഒരു കാരണവശാലും ഗംഗ ഇനി രക്ഷപ്പെടില്ല. എന്റെ ദൈവമേ, എത്ര നാളായി കേക്കാൻ കുറിച്ച വാക്കായത്. അവള് മരിച്ചു ഉറപ്പല്ലേ? വെട്ടി വീഴ്ത്തിയാലും മുറി കൂടുന്നേനവാ. ഇത്തവണ ഭാഗ്യം നമുക്കൊപ്പമാണ്. ഇനി ഗംഗയുടെ ശവം മാത്രമേ ഈ കൈലാസത്തിലേക്ക് കൊണ്ടുവരൂ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ കരിനിഴൽ ഇനി ഉണ്ടാവില്ല. അതെ, പക്ഷേ ആ രാജി രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. അവളെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഗംഗ എന്ന ശക്തി ഇല്ലാതായാൽ രാജിയെ നമുക്ക് എളുപ്പം ഒഴിവാക്കാം. നീയുമായിട്ടുള്ള ബന്ധം മതിയാക്കി അവള് സ്വയം ഈ കൈലാസം വിട്ടുപോകും. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നാത്തോം പറഞ്ഞത് ശരിയാ. രാജി ഒഴിവാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നിസ്സാര കാര്യം. നമ്മുടെ ശത്രു ഗംഗയാ. അവൾ ഈ വീട്ടിലുള്ളതാ നമുക്ക് ആവത്ത്. പലവട്ടം അവൾക്ക് നമ്മള് മുന്നറിയിപ്പ് കൊടുത്തതാ. അതൊന്നും അവള് ചെവി കൊണ്ടില്ല. അവസാനം അവള് മഹേട്ടന്റെ ഭാര്യയായി. മഹേട്ടന്റെ ഭാര്യ സ്ഥാനം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതും മറ്റാരാഗ്രഹിച്ചാലും ഇതായിരിക്കും അവസ്ഥ. ഇന്ന് നമുക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ്. ഗംഗ എന്ന പൊതുശത്രു ഇല്ലാതായ ദിവസം. തൽക്കാലം അധിക ആഘോഷമൊന്നും വേണ്ടമ്മേ. അത് മഹിയേട്ടന് ചിലപ്പോൾ സംശയം ഉണ്ടാക്കും. അതെ, ഗംഗ മരിച്ചതില് നമ്മളാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതെന്ന് വേണം വരുത്തി തീർക്കാൻ. അങ്ങനെ മഹിയേട്ടനും തോന്നാവൂ. ഈ കൈലാസത്തെയും നമ്മളെയും ബാധിച്ച ശനിദശ അകന്നു പോയിരിക്കുന്നു. അതെ, ഇനി വേണം സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.